ഹായ് ഫ്രണ്ട്സ്, ഫേവറേറ്റ് ഏതെന്ന ചോദ്യത്തിന് പെട്ടെന്നൊന്നും ഓർമ്മയിൽ വരാത്തതും എന്നാൽ എപ്പോഴും നമ്മളെ പിടിച്ചിരുത്തുന്നതുമായ സിനിമകളാണ് ഡിസ്റ്റോപ്പിയൻ അല്ലെങ്കിൽ പോസ്റ്റ് ആപ്പക്കാലിപ്റ്റിക് സിനിമകൾ. എല്ലാം നശിച്ചതിന് ശേഷവും ഒരുപക്ഷെ പ്രതീക്ഷ തരുന്നു എന്നതാകാം ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെയുള്ള ഈ ഇഷ്ടത്തിന് കാരണം. അത്തരത്തിലൊരു സിനിമയിൽ കുറച്ച് സൂപ്പർ പവറുകൾ കൂടി ചേർത്താലോ? എന്റർടൈൻമെന്റ് 101% ഗ്യാരണ്ടി. അത്തരത്തിലൊരു സിനിമയുമായാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ജെനിഫർ എൽസന്റെ സംവിധാനത്തിൽ 2018 പുറത്തിറങ്ങിയ ദ ഡാർക്കസ്റ്റ് മൈൻഡ്സ്. അടിച്ചമർത്തലും ചെറുത്തുനിൽപ്പുമെല്ലാമായി 1.5 മണിക്കൂറിൽ ഒരു ഫുൾ ഓൺ എന്റർടൈനർ. ഇതേ പേരിലുള്ള ബുക്കിന്റെ അഡാപ്റ്റേഷൻ കൂടിയാണ് സിനിമ. അതുകൊണ്ട് 20th സെഞ്ച്വറി ഫോക്സ് പോലെ ഒരു ഭീമൻ കമ്പനി അത്തരത്തിലൊരു അഡാപ്റ്റേഷൻ നടത്തുമ്പോൾ ബേസ് പ്ലോട്ട് ക്വാളിറ്റിയെ പറ്റി എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ കൂടുതൽ വൈകിപ്പിക്കാതെ സിനിമയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിലെ ഫാസ്റ്റ് കട്ട്സ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്തിട്ടാൽ മാത്രമേ ഞങ്ങൾ നിങ്ങൾക്കായി കൊണ്ടുവരുന്ന ഇതുപോലത്തെ അടിപൊളി മോസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ വെൽക്കം ബാക്ക് ടു ഫാസ്റ്റ് കട്ട്സ്. ഒരു സ്കൂളിൽ കുറെ കുട്ടികൾ കളിച്ച് രസിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ കഥ തുടങ്ങുന്നത്. കുട്ടികളെല്ലാം സ്കൂളിലെ ക്യാൻറ്റീനിൽ ഇരിക്കുന്നു. പെട്ടെന്ന് അവിടെ ഉണ്ടായ ഒരു കുട്ടിയുടെ ശരീരപ്രകൃതം മൊത്തത്തിൽ മാറുന്നു. എന്താണെന്നറിയില്ല, അവൾ നന്നായി വിറങ്ങലിക്കുന്നുണ്ട്. ആ സമയം അവളുടെ കണ്ണുകൾ നീല കളറായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ നിലത്തേക്ക് വീഴുന്നു. അതുകൊണ്ട് എല്ലാ കുട്ടികളും ഞെട്ടുന്നു. അവരെല്ലാവരും അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും ആ കുട്ടി മരിച്ചിരുന്നു. ഇതുപോലെ ഒരു മാസത്തിനിടയിൽ ആ സ്കൂളിലെ പകുതിയോളം വിദ്യാർത്ഥികൾ മരിക്കുന്നു. ആ സ്കൂളിൽ നിന്നല്ല, ആ രാജ്യത്തെ അവസ്ഥ തന്നെ ഇങ്ങനെയായിരുന്നു. കുട്ടികളെല്ലാം പെട്ടെന്ന് മരിച്ചു വീഴുന്നു. അതിജീവിക്കുന്ന കുട്ടികൾ അമാനുഷിക ശക്തിയുള്ളവരായി തീരുന്നു. ആ ശക്തി എന്തൊക്കെയാണെന്ന് പിന്നീട് കാണിക്കുന്നുണ്ട്. അങ്ങനെ പല പല മീഡിയകളിലൂടെ കുട്ടികളുടെ അവസ്ഥകൾ എന്താണെന്ന് പലരും ചർച്ച ചെയ്യുന്നതായി കാണും. പക്ഷെ എന്തുകൊണ്ടാണ് കുട്ടികൾ മരിക്കുന്നതെന്ന് അവർക്കെന്നല്ല, അവിടുത്തെ ടെക്നോളജിക്ക് പോലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ഇത് പോളിയോ കുത്തിവയ്പ് മരുന്നിൽ അടങ്ങിയ ഒരു വൈറസ് ആണെന്ന് വിദഗ്ധർ കണ്ടെത്തുന്നു. അതുകൊണ്ടാണ് കുട്ടികളിൽ മാത്രം ഈ രോഗം വന്നതെന്നും അവർ പറയുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ മീഡിയക്കാർ രാജ്യത്തെ പ്രസിഡന്റിനോട് ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുന്നു. സർ, എന്തുകൊണ്ടാണ് കുട്ടികളിൽ ഇങ്ങനെ രോഗം വന്നത്? മീഡിയക്കാർ ചോദിക്കുന്നു. അപ്പോൾ ഇത് പോളിയോയിൽ ലയിച്ചൊരു ദ്രാവകമാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ഞങ്ങൾ ഇപ്പോൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അതിനായി ആദ്യപടി എന്ന നിലയിൽ എന്റെ മോനെ ഡോക്ടർമാർ ചികിത്സിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു. ആ സമയം അയാളുടെ മകനെ ഒരുപാട് ഡോക്ടർമാർ ചേർന്ന് ചികിത്സിക്കുന്നതായി സ്ക്രീനിൽ കാണിക്കുന്നു. ശേഷം എന്റെ മകനും ഈ രോഗം വന്നിട്ടുണ്ട്. എല്ലാ മാതാപിതാക്കളും അവരവരുടെ മക്കളെ ചികിത്സിക്കാനായി ഞങ്ങളെ ഏൽപ്പിക്കണമെന്ന് ഞങ്ങൾ ഉണർത്തുന്നു എന്ന് പറഞ്ഞ് പ്രസിഡന്റ് അവിടെ നിന്നും പോകുന്നു. അന്ന് രാത്രി ഒരു വീട്ടിൽ ഒരു ഫാമിലിയെ കാണിക്കുന്നു. അവിടെ ഒരു 10 വയസ്സായ ഒരു പെൺകുട്ടി കാണുന്നില്ലേ? അവളുടെ പേര് റൂബി. അവളാണ് നമ്മുടെ നായിക. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് അവളുടെ അച്ഛൻ അവൾക്കൊരു ചെയിൻ ഗിഫ്റ്റായി കൊടുക്കുന്നു. അവൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അവരുടെ കൂടെ അവളുടെ അമ്മയും ഇരിക്കുന്നുണ്ട്. അമ്മയുടെ മുഖത്ത് ചെറുതായി സങ്കടമെല്ലാം കാണുന്നുണ്ട്. കാരണം റൂബിക്കും അമാനുഷിക ശക്തികൾ ഉണ്ടായിരുന്നു. മറ്റു കുട്ടികളെ പോലെ ആ ശക്തി അവളുടെ ശരീരത്തിന് താങ്ങാനാവാതെ അവൾ മരിക്കുമോ എന്ന പേടി അമ്മയിലുണ്ട്. അങ്ങനെ റൂബി രാത്രി കിടന്നുറങ്ങുന്നു. സമയം പാതിര പിന്നിട്ടപ്പോൾ അവൾ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നു. എന്നിട്ട് അവൾ അമ്മ കിടക്കുന്ന റൂമിലേക്ക് ചെല്ലുന്നു. അവിടെ അമ്മയും അച്ഛനും കിടന്നുറങ്ങുന്നുണ്ട്. അവൾ അവരോടൊപ്പം കിടന്ന് അമ്മയുടെ ശരീരത്തിലൊന്ന് തടവുന്നു. അങ്ങനെ അവൾ അമ്മയുടെ കൈ പിടിച്ചപ്പോൾ അവളുടെ കണ്ണ് ഓറഞ്ച് കളറാകുന്നു. പെട്ടെന്ന് അവൾ അവിടെ നിന്നും തന്റെ റൂമിലേക്ക് കിടന്നുറങ്ങാൻ പോകുന്നു. അവൾ കാരണം അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്നതാണ് അവളുടെ പേടി. അങ്ങനെ രാവിലെ ആയപ്പോൾ അമ്മ അടുക്കളയിൽ പണിയെടുക്കുന്നത് കാണിക്കുന്നു. നമ്മുടെ റൂബിയാണെങ്കിൽ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് അമ്മേ എന്ന് വിളിച്ച് അവിടേക്ക് ചെല്ലുന്നു. അപ്പോൾ മോളെ, നീ ഏതാ? നിന്റെ മാതാപിതാക്കൾ എവിടെ? നീ എങ്ങനെയാ ഈ വീടിന്റെ അകത്ത് കയറിയത്? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ആ അമ്മ ചോദിക്കുന്നു. അമ്മയ്ക്ക് ഇപ്പോൾ റൂബിയെ അറിയില്ല. അവൾ ആരാണെന്ന് പോലും അമ്മയ്ക്ക് ഓർമ്മയില്ല. വിചിത്രം തന്നെ. അത് കേട്ട് റൂബി അത്ഭുതപ്പെടുന്നു. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ അമ്മയുടെ മോളാണ് റൂബി എന്നെല്ലാം അവൾ പറയുന്നു. പക്ഷെ അമ്മ അത് അംഗീകരിച്ചില്ല. എനിക്കിങ്ങനെ ഒരു മകളില്ല എന്ന് പറഞ്ഞ് അമ്മ അവളെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. റൂബി സങ്കടപ്പെട്ട് കരയുന്നു. അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് തന്നെ ഓർമ്മയില്ലാത്തതെന്ന് അവൾ കുറെ ആലോചിക്കുന്നു. പക്ഷെ അതിനുള്ള ഉത്തരം അവൾക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനെ അവൾ വീടിന് പുറത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ PP കിറ്റെല്ലാം ധരിച്ച് 2 പേര് അവളുടെ അടുത്തേക്ക് വരുന്നു. അവർ അവളെ അവിടെ നിന്നും പിടിച്ചുകൊണ്ട് പോകുന്നു. അവിടെ നിന്ന് ചെയ്താൽ റൂബി ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. അത് എവിടേക്കാണ് പോകുന്നതെന്ന് അവൾക്കറിയില്ല. ബസ്സിൽ അവളെ പോലെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അവരെ വീക്ഷിക്കാനായി തോക്കും പിടിച്ച് കുറച്ച് സൈനികരും അതിലുണ്ട്. അങ്ങനെ ബസ് ഒരു വലിയ ജയിലിന് മുന്നിൽ ചെന്ന് നിർത്തുന്നു. അമാനുഷിക ശക്തിയുള്ള കുട്ടികൾ കാരണം രാജ്യത്തിന്റെ ഭാവി അപകടത്തിലാകുമെന്ന് കരുതി കുട്ടികളെ എല്ലാവരെയും ഓരോരോ ജയിലിൽ അടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബസ്സിൽ നിന്നിറങ്ങിയൊരു പയ്യൻ അവിടെ നിന്നും രക്ഷപ്പെടാനായി ഓടുന്നു. ഉടനെ ഒരു പട്ടാളക്കാരി ചെന്ന് അവനെ തോക്കുകൊണ്ട് അടിച്ചു വീഴ്ത്തുന്നു. അപ്പോൾ അവൻ തന്റെ ശക്തി പുറത്തെടുക്കുന്നു. അത് കാരണം ആ പട്ടാളക്കാരി സ്വന്തം തോക്ക് ഉപയോഗിച്ച് തലയ്ക്ക് വെടിവെച്ച് മരിക്കുന്നു. അവൻ അവളുടെ തോക്ക് കണ്ണുകൾ കൊണ്ട് അവളുടെ മേലേക്ക് തിരിച്ചതായിരുന്നു. അതായിരുന്നു അവന്റെ ശക്തി. അതുകൊണ്ട് എല്ലാവരും ഭയപ്പെടുന്നു. ഉടനെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പട്ടാളക്കാർ ചേർന്ന് അവനെ പൊതിരി തല്ലുന്നു. ബാക്കിയുള്ള കുട്ടികളെയെല്ലാം ആ സമയം ജയിലിനകത്തേക്ക് കയറ്റുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ നമ്മുടെ റൂബി ജയിലിലെ ഒരു ഹോസ്പിറ്റലിൽ റൂമിൽ കിടക്കുന്നു.
അവിടെ ഒരു ഡോക്ടറുണ്ട്. അയാൾ അവളെ പരിശോധിക്കുന്നു. അപ്പോൾ ഡോക്ടർ, എനിക്ക് അസുഖമൊന്നുമില്ല, പിന്നെ എന്തിനാണ് എന്നെ ഇവിടെ കിടത്തിയിരിക്കുന്നത് എന്ന് അവൾ ചോദിക്കുന്നു. മോളെ, നിനക്ക് അസുഖം ഉണ്ടായതുകൊണ്ടല്ല നിന്നെ ഇവിടെ കിടത്തിയിരിക്കുന്നത്, നിന്നിലുള്ള അമാനുഷിക ശക്തിയുടെ അളവ് എത്രയുണ്ടെന്ന് അറിയാനാണ് ഡോക്ടർ പറയുന്നു. എന്നിട്ട് അയാൾ അവൾക്ക് വ്യത്യസ്തമായ കളർ അടങ്ങുന്ന ഒരു അളവ് ബോർഡ് കാണിച്ചു കൊടുക്കുന്നു. മോളെ, നിന്റെ തലച്ചോർ ഞാൻ സ്കാൻ ചെയ്യും. അതിൽ നിന്റെ ശക്തിയുടെ അളവ് പച്ചയും നീലയും മഞ്ഞയുമാണ് കാണിക്കുന്നതെങ്കിൽ നിനക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നിനക്ക് നിന്റെ ശക്തി കൺട്രോൾ ചെയ്യാനാകും. ഇനി നീ ചുവപ്പോ ഓറഞ്ചോ ആണെങ്കിൽ നീ അപകടകാരിയാണെന്നർത്ഥം. പക്ഷെ പേടിക്കണ്ട, ഇതുവരെ ചുവപ്പും ഓറഞ്ചുമുള്ള ആരും ഉണ്ടായിരുന്നില്ല. മോളും അങ്ങനെ തന്നെയായിരിക്കും, ഡോക്ടർ പറയുന്നു. അങ്ങനെ അയാൾ അവളുടെ തലച്ചോർ സ്കാൻ ചെയ്യുന്നു. അതിൽ അവളുടെ അളവ് ഓറഞ്ച് കളറായി കാണിക്കുന്നു. ഈ ഓറഞ്ച് കളറില്ലേ, അത് അവളുടെ കണ്ണിൽ അവൾ ശക്തി പുറത്തെടുക്കുമ്പോൾ കാണുന്ന കളറാണ്. ആ കളർ കണ്ട് ഡോക്ടർ ഞെട്ടുന്നു. അപ്പോൾ അവളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ഡോക്ടർ ഒരു സിറിഞ്ച് എടുക്കുന്നു. റൂബി അത് കണ്ടപ്പോൾ താൻ ഓറഞ്ച് ആണെന്ന് ഡോക്ടർക്ക് മനസ്സിലായെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവൾ അവിടെ നിന്നും രക്ഷപ്പെടാനായി ഓടുന്നു. ഡോക്ടർ പിന്നാലെ ചെന്ന് അവളെ പിടികൂടുന്നു. അപ്പോൾ റൂബി പെട്ടെന്ന് ഡോക്ടറിന്റെ കൈ പിടിക്കുന്നു. ആ സമയം ഡോക്ടർ ഒരു അബോധാവസ്ഥയിൽ നിൽക്കുന്നു. റൂബി അവളുടെ അമാനുഷിക ശക്തി പുറത്തെടുത്തിരുന്നു. അവളുടെ കണ്ണുകൾ ഓറഞ്ച് കളറാകുന്നു. അവൾ ആരുടെയെങ്കിലും കൈ പിടിച്ചാൽ പിന്നെ അവൾ എന്ത് കരുതുന്നുണ്ടോ അതെല്ലാം അയാൾ നടത്തി കൊടുത്തിരിക്കും. അങ്ങനെ ഒരു കഴിവ് അവൾക്കുണ്ടായിരുന്നു. എന്റെ കളർ ഓറഞ്ച് അല്ല, പച്ചയാണ് എന്ന് റൂബി ഡോക്ടറോട് പറയുന്നു. അപ്പോൾ ഡോക്ടർ, അതെ, നിന്റേത് പച്ചയാണെന്ന് പറഞ്ഞ് അവളുടെ തലച്ചോറിന്റെ സ്കാനിങ് അളവ് പച്ചയാക്കുന്നു. അങ്ങനെ റൂബി അവിടെ പച്ച യൂണിഫോമിലായി താൻ അപകടകാരി അല്ല എന്നറിയിച്ച് ജീവിക്കുന്നു. അവൾ ഓറഞ്ച് ആണെന്ന് ആരെങ്കിലും അറിയുകയാണെങ്കിൽ അവളെ അപ്പോൾ തന്നെ വെടിവെച്ചു കൊല്ലും. അതാണ് ആ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ നിയമം. അങ്ങനെ 6 വർഷം പിന്നിടുന്നു. നമ്മുടെ റൂബി ഇപ്പോൾ ഒരു ടീനേജുകാരായി. അവൾ ഇപ്പോഴും മറ്റു കുട്ടികളെ പോലെ ആ ജയിലിൽ തന്നെയാണ്. അവളുടെ യൂണിഫോം പണ്ടത്തെ പോലെ തന്നെ പച്ച കളറാണ്. അതായത് അവൾ ഇപ്പോഴും തന്നെ അമാനുഷിക ശക്തിയുടെ അളവ് പച്ചയാണെന്ന് പറഞ്ഞാണ് ജീവിക്കുന്നത്. അങ്ങനെ ജയിലുള്ള കുട്ടികളെല്ലാം ഓരോരോ പണികൾ ചെയ്യുന്നു. നമ്മുടെ റൂബിയും പണിയെടുക്കുകയാണ്. റൂബിയുടെ അടുത്തേക്ക് അവിടുത്തെ ജയിൽ സൂപ്രണ്ട് വരുന്നു. അയാൾ റൂബിയുടെ ശരീരത്തിലെല്ലാം തൊട്ട് എപ്പോഴും അവളെ വെറുപ്പിക്കുമായിരുന്നു. കാരണം അയാൾ ഇന്നേ വരെ റൂബിയുടെ കണ്ണിലുള്ള കളർ എന്താണെന്ന് കണ്ടിട്ടില്ല. അത് അയാൾക്ക് അറിയണമായിരുന്നു. അതുകൊണ്ടാണ് അയാൾ എപ്പോഴും വെറുപ്പിക്കുന്നത്. അങ്ങനെ അവൾക്ക് ദേഷ്യം വരുമ്പോൾ കണ്ണിലുള്ള കളർ ഏതാണെന്ന് കാണാമല്ലോ. പക്ഷെ അവൾ ഒരിക്കലും ദേഷ്യം പിടിച്ചിരുന്നില്ല. എല്ലാവരും ഇവൾ പച്ച കളർ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഇതുവരെ അവൾ തന്റെ ശക്തി പുറത്തെടുക്കാത്തത് കൊണ്ട് അയാൾക്ക് അവളിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. അങ്ങനെ എടി പെണ്ണെ, എന്നെ നോക്കടി എന്ന് പറഞ്ഞ് അയാൾ അവളോട് ചൂടാകുന്നു. ഇത് തൊട്ടപ്പുറത്ത് പണിയെടുക്കുന്ന ഒരു പെൺകുട്ടി കാണുന്നു. അവൾ സൂപ്രണ്ടിനോട് ദേഷ്യം പിടിക്കുന്നു. നിങ്ങൾ എന്തിനാ എപ്പോഴും അവളെ വെറുപ്പിക്കുന്നതെന്ന് പറഞ്ഞാണ് അവൾ ദേഷ്യപ്പെടുന്നത്. അത് കേട്ടപ്പോൾ സൂപ്രണ്ടിനും ദേഷ്യം വരുന്നു. അയാൾ അവളെ അടിക്കുന്നു. നമ്മുടെ റൂബിയാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു. പണിയെല്ലാം കഴിഞ്ഞ് റൂബിയും അവിടെയുള്ള കുട്ടികളുമെല്ലാം സെല്ലിലേക്ക് പോകുന്നു. അവർ പോകുന്ന വഴിക്കൊരു പോസ്റ്റ് ഉണ്ട്. അതിൽ കുറച്ച് ക്യാമറകൾ കാണാം. പെട്ടെന്ന് ആ ക്യാമറയിൽ നിന്ന് സൈറനിൽ ഉണ്ടാകുന്ന ശബ്ദം പോലത്തെ ഒരു ശബ്ദം വരുന്നു. അത് കേട്ടപ്പോൾ എല്ലാ കുട്ടികളും ചെവി പൊത്തുന്നു. ആ ശബ്ദം അവരുടെ ശരീരത്തിന് അലർജിയാണ്. അത് കേട്ടാൽ അവരുടെ തല പെരുക്കും. അത് കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് റൂബിക്കായിരുന്നു. അവൾ ഓറഞ്ച് കളറല്ലേ, അതുകൊണ്ട് ആ സൈറൻ അവളെയായിരുന്നു ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നത്. അവൾ വേദന കാരണം ബോധം കെട്ടി നിലത്തു വീഴുന്നു. അതെല്ലാവരും പട്ടാളക്കാർ ക്യാമറയിലൂടെ കാണുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ റൂബി ഇപ്പോൾ ജയിലിനുള്ളിലുള്ള ഒരു ആശുപത്രി റൂമിൽ കിടക്കുന്നു. നേരത്തെ സൈറൻ കാരണം അവളുടെ ബോധം പോയിരുന്നല്ലോ. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം അവളുടെ ബോധം വരുന്നു. കണ്ണു തുറന്നപ്പോൾ അവൾ ആശുപത്രി റൂമിലാണെന്നും തന്റെ കൈ വിലങ്ങ് വെച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും മനസ്സിലാകുന്നു. അപ്പോൾ അവളുടെ കൂടെ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളൊരു ഡോക്ടറാണ്. അവളുടെ പേര് കേറ്റി. റൂബി, നീ ഓറഞ്ച് കളറാണെന്ന് ഇവിടെ എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. അവർ നിന്റെ കാര്യത്തിൽ എന്തോ തീരുമാനം എടുക്കുന്നുണ്ട്. എന്തായാലും നിന്റെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നെല്ലാം കേറ്റി പറയുന്നു. അപ്പോൾ ഒരു പട്ടാളക്കാരൻ അവിടേക്ക് വന്ന് കേറ്റിയോട് ചികിത്സിച്ചത് മതി, നിനക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ കേറ്റി റൂബിക്ക് അവളുടെ ട്രീറ്റ്മെന്റ് ഫയൽ എടുത്തു കൊടുത്ത് അവിടെ നിന്നും പോകുന്നു. അപ്പോൾ റൂബി ആ ഫയൽ എടുത്തു നോക്കുന്നു. ഒരു പേജ് മറിച്ചപ്പോൾ തൊട്ടടുത്ത പേജിൽ അവളെ ബന്ധിച്ച വിലങ്ങിന്റെ ചാവി അതിൽ ഒട്ടിച്ചു വെച്ചതായി കാണുന്നു. കൂടെ ഒരു കത്തുമുണ്ട്. അത് കണ്ട് റൂബി ഞെട്ടുന്നു. ആ കത്ത് കേറ്റിയായിരുന്നു എഴുതിയിരുന്നത്. റൂബി, നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. നീ പുറത്ത് കാത്തു നിൽക്കണം എന്നായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. കേറ്റിക്ക് റൂബി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണമായിരുന്നു. അതെന്തിനാണെന്ന് പിന്നീട് പറയുന്നുണ്ട്. അങ്ങനെ റൂബി അവിടെ നിന്നും രക്ഷപ്പെടാനായി ഒരു സ്റ്റോർ റൂമിൽ ഒളിച്ചിരിക്കുന്നു. ഉടനെ അവിടേക്ക് കേറ്റി വരുന്നു. നമുക്ക് ഇവിടെ നിന്നും വേഗം രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് കേറ്റി അവൾക്ക് മുഖം മറയ്ക്കാനായി ഒരു കോട്ടും മാസ്കും കൊടുക്കുന്നു. ശേഷം കേറ്റി അവളെ തന്റെ കാറിൽ കയറ്റി അവിടെ നിന്നും കൊണ്ടുപോകുന്നു. പക്ഷെ ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു വലിയ ചെക്ക് പോസ്റ്റ് വിട്ടു കിടക്കണമായിരുന്നു. അങ്ങനെ ചെക്ക് പോസ്റ്റിന്റെ അടുത്തെത്തിയപ്പോൾ ഒരു പട്ടാളക്കാരൻ അവരുടെ വണ്ടി പരിശോധിക്കുന്നു. നമ്മുടെ റൂബിയാണെങ്കിൽ പിൻസീറ്റിൽ ഇരിക്കുന്നുമുണ്ട്. അവൾ മുഖം തിരിച്ച് ഉറങ്ങിയ പോലെ നടിക്കുന്നു. പിന്നിൽ ആരാ? പട്ടാളക്കാരൻ കേറ്റിയോട് ചോദിക്കുന്നു. അതെന്റെ കൂടെയുള്ള ഒരു ഡോക്ടറാണ്. പുള്ളിക്കാരി ക്ഷീണിച്ച് ഉറങ്ങിപ്പോയതാണ്, കേറ്റി പറയുന്നു. പക്ഷെ അയാൾക്ക് ആ ഡോക്ടറിന്റെ മുഖം കാണണമായിരുന്നു. അങ്ങനെ അയാൾ റൂബിയുടെ മുഖം നോക്കുന്നു. അപ്പോൾ റൂബി അയാളുടെ കൈ പിടിക്കുന്നു. എന്നിട്ട് തന്റെ ശക്തി പുറത്തെടുക്കുന്നു. ഗേറ്റ് തുറക്ക് എന്ന് അവൾ അയാളോട് പറയുന്നു. അപ്പോൾ അയാൾ ഗേറ്റ് തുറന്നു കൊടുക്കുന്നു. അങ്ങനെ അവർ അവിടെ നിന്നും രക്ഷപ്പെട്ട് പുറത്തു കിടക്കുന്നു. അങ്ങനെ സമയം രാവിലെയായി.
അവർ ഇപ്പോഴും കാറിൽ സഞ്ചരിക്കുകയാണ്. കേറ്റി അവളെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ആ സമയം റൂബി വണ്ടിയിലിരുന്ന് ഉറങ്ങുകയായിരുന്നു. അല്പസമയത്തിന് ശേഷം അവൾ എഴുന്നേൽക്കുന്നു. എന്നിട്ട് പ്രകൃതിയെല്ലാം നന്നായി ആസ്വദിക്കുന്നു. കഴിഞ്ഞ 6 വർഷമായി അവൾ ആ ജയിലിലല്ലാതെ പുറം ലോകമൊന്നും കണ്ടിരുന്നില്ല. ഇപ്പോൾ പുറത്തെത്തിയതിന്റെ ത്രില്ലിലാണ് അവൾ. നോക്കൂ, എനിക്ക് എന്റെ വീട്ടിൽ പോകണം, റൂബി പറയുന്നു. വീട്ടിലോ? വേണ്ട വേണ്ട, അവിടെ സേഫ് അല്ല. ജയിലിലുള്ളവർ നിന്നെ അന്വേഷിച്ച് ആദ്യം അവിടെയായിരിക്കും വരിക. നീ എന്റെ കൂടെ വാ, ഞാൻ നിന്നെ സംരക്ഷിക്കാം. നിന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് അവിടെ, കേറ്റി പറയുന്നു. ശേഷം കേറ്റി അവൾക്കൊരു ലോക്കറ്റ് കൊടുക്കുന്നു. ഇതെന്തിനാണ്? റൂബി ചോദിക്കുന്നു. ഇതൊരു ലോക്കറ്റാണ്. അത് നീ പ്രസ് ചെയ്താൽ നീ എവിടെയാണെങ്കിലും എനിക്ക് അറിയാനാകും. അഥവാ നീ എവിടെയെങ്കിലും കുടുങ്ങിയാൽ നിനക്ക് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ അത് പ്രസ് ചെയ്താൽ മതി. ഞാൻ നിന്നെ സഹായിക്കാനായി അവിടേക്ക് വരും, കേറ്റി പറയുന്നു. അങ്ങനെ അവർ വഴിവക്കത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തുന്നു. അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അവന്റെ പേര് റോബ് എന്നായിരുന്നു. അവൻ കേറ്റിയുടെ കാമുകനാണ്. അവൻ അവിടെ അവരെ കാത്തു നിൽക്കുകയായിരുന്നു. അങ്ങനെ അവൻ റൂബിക്ക് വസ്ത്രം മാറാനായി വസ്ത്രങ്ങൾ അടങ്ങുന്ന ഒരു ബാഗ് കൊടുക്കുന്നു. ഉടനെ അവൾ തെന്നി വീഴാൻ പോകുന്നു. അപ്പോൾ റോബ് അവളുടെ കൈ പിടിക്കുന്നു. ആ പിടുത്തത്തിൽ റോബിന്റെ പാസ്റ്റ് ചെറുതായി റൂബി കാണുന്നു. അമാനുഷിക ശക്തിയുള്ള ഏതോ ഒരു കുട്ടിയോട് അവൻ ചൂടാകുന്നതായാണ് അവൾ കണ്ടത്. അപ്പോൾ അവൾക്ക് റോബിനിൽ എന്തു പന്തികേട് ഉണ്ടെന്ന് സംശയം വരുന്നു. അവൾ ഇങ്ങനെ കാണുന്നത് എന്താണെന്ന് അവൾക്കല്ലാതെ വേറെ ആർക്കും മനസ്സിലാകാറുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ വസ്ത്രം മാറാനായി തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറുന്നു. അവിടെയെല്ലാം ആകെ അലങ്കോലമായി കിടക്കുന്നത് കാണാം. ആ രാജ്യത്തിന്റെ അവസ്ഥ ഇപ്പോൾ അങ്ങനെയാണ്. ആരും നിയമമൊന്നും നോക്കാറില്ല. എല്ലായിടത്തും യുദ്ധവും വെടിവെപ്പും എല്ലാമാണ്. അതുകൊണ്ടാണ് സൂപ്പർ മാർക്കറ്റ് എല്ലാം ആരുമില്ലാതെ ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്നത്. അങ്ങനെ അവർ വസ്ത്രം മാറിയ ശേഷം അതിനുള്ളിൽ വേറെ ആരോ പർച്ചേസ് ചെയ്യുന്നത് പോലെ ഒരു ശബ്ദം അവൾ കേൾക്കുന്നു. അവൾ അത് ആരാണെന്ന് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കാണുന്നു. അവളുടെ പേര് സു എന്നാണ്. അവൾ എന്തും ഭക്ഷണ സാധനം എടുക്കാൻ വന്നതാണ്. റൂബിയെ പോലെ അവൾക്ക് അമാനുഷിക ശക്തികൾ ഉണ്ടായിരുന്നു. അവൾ റൂബിയെ കണ്ടതും തന്റെ ശക്തി പുറത്തെടുക്കുന്നു. അവൾ അവിടുത്തെ കറന്റ് എല്ലാം ഷോക്കടിപ്പിച്ച് അവിടെ നിന്ന് ഓടുന്നു. ഷോക്കടിപ്പിക്കാനുള്ള കഴിവ്, അതായിരുന്നു അവളുടെ ശക്തി. അവൾ എപ്പോഴും കയ്യിൽ ഗ്ലൗസ് ധരിക്കാറുണ്ട്. അവൾ കാരണം ആർക്കെങ്കിലും അറിയാതെ ഇത് ഷോക്കടിച്ചാലോ എന്ന് പേടിച്ചാണ് അവൾ അത് ധരിക്കുന്നത്. അങ്ങനെ ഈ ഷോക്കിന്റെ ശബ്ദം പുറത്തു നിന്നും റോബും കേറ്റും കേൾക്കുന്നു. അവർ സൂപ്പർ മാർക്കറ്റിന്റെ അകത്തേക്ക് വരുന്നു. അപ്പോഴേക്കും സൂ ഓടി ഓടി ഒരു വാനിൽ കയറിയിരിക്കുന്നു. അവളുടെ തൊട്ട് പിന്നാലെ റൂബിയും ചെല്ലുന്നു. റൂബിക്ക് റോബിൽ എന്തൊക്കെയോ സംശയം ഉണ്ടായിരുന്നല്ലോ. അത് കാരണം അവൾ അവിടെ നിന്നും രക്ഷപ്പെടാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു അവൾ സൂനെ കണ്ടത്. അങ്ങനെ റൂബി വാനിലേക്ക് കയറാൻ നിൽക്കുന്നു. പക്ഷെ സൂ വാതിലടച്ചിരുന്നു. റൂബി വല്ലതും ചെയ്യുമെന്ന് കരുതി അവൾ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ റൂബി, വാതിൽ തുറക്ക്, എന്നെ ഒന്ന് സഹായിക്കൂ പ്ലീസ് എന്നെല്ലാം കരഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു. സൂ വാതിൽ തുറന്ന് അവളെ വാനിലേക്ക് കയറ്റുന്നു. ഉടനെ 2 പയ്യന്മാർ വന്ന് ആ വാനിൽ കയറുന്നു. അവർ അവിടെ നിന്നും പോകാനായി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് കേറ്റിയും റോബും കാണുന്നു. അവർ ആ വണ്ടിയിൽ റൂബി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി അതിന്റെ അരികിലേക്ക് ഓടുന്നു. അവരെ ആ പയ്യന്മാർ കാണുന്നു. അവർ തങ്ങളെ പിടിക്കാൻ വരികയാണെന്ന് കരുതി ആ പയ്യന്മാർ വണ്ടി അവിടെ നിന്നും കത്തിച്ചു വിടുന്നു. പാതി വഴി എത്തിയപ്പോഴാണ് അവർ വണ്ടിയിൽ റൂബിയെ കാണുന്നത്. അവർ അവളെ കണ്ട് ഞെട്ടി വണ്ടി നിർത്തുന്നു. അതിൽ കണ്ണട വെച്ച പയ്യനെ കാണുന്നില്ലേ? അവനാണ് ചാൾസ്. അവന്റെ കളർ പച്ചയാണ്. മറ്റവൻ ലിയാം. അവൻ നീലയാണ്. നീ എന്തിനാ ഞങ്ങളുടെ വണ്ടിയിൽ കയറിയത്? ചാൾസ് അവളോട് ചോദിക്കുന്നു. ഒരു ആവശ്യത്തിന് വേണ്ടി കയറിയതാണ്, ഇനി ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് അവൾ വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ ഒരുങ്ങുന്നു. അപ്പോൾ ലിയാം അവളുടെ ഷൂസ് ശ്രദ്ധിക്കുന്നു. അത് ജയിലിലെ ഷൂസ് ആണെന്ന് അവന് മനസ്സിലാകുന്നു. നീ ജയിൽ ചാടിയതാണോ? എന്നാൽ ഞങ്ങളുടെ കൂടെ കൂടിക്കോ, ഇവിടെ ഇറങ്ങുന്നത് അപകടമാണെന്ന് പറഞ്ഞ് ലിയാം വണ്ടി മുന്നോട്ട് എടുക്കുന്നു. റൂബിയെ കൂടെ കൂട്ടിയതിൽ ചാൾസിന് കുറച്ച് എതിർപ്പെല്ലാം ഉണ്ടായിരുന്നു. കാരണം ഒരു പരിചയമില്ലാത്ത ഒരുത്തിയെ എങ്ങനെ കൂടെ കൂട്ടുമെന്നതാണ് അവന്റെ വാദം. പെട്ടെന്നതാ അവർക്ക് നേരെ ഒരു കാർ ചീറിപ്പാഞ്ഞു വരികയാണ്. അത് ആരാണെന്ന് അവർ നോക്കുന്നു. അതിലൊരു പെണ്ണായിരുന്നു ഉണ്ടായിരുന്നത്. അവളുടെ പേര് ജെയിൻ. അവൾ അവന്റെ വാനിന് നേരെ വെടിവെക്കുന്നു. അത് കണ്ട് അവർ ഞെട്ടുന്നു. അങ്ങനെ ജെയിനിന്റെ വണ്ടി അവരുടെ പിന്നിലാകുന്നു. അവർ അവളിൽ നിന്നും രക്ഷപ്പെടാനായി വണ്ടി സ്പീഡിൽ വിടുന്നു. ജെയിൻ ആണെങ്കിൽ അവരുടെ പിന്നിൽ നിന്നും വണ്ടിക്ക് നേരെ നിരന്തരം വെടിവെക്കുന്നുമുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് കേറ്റിയും റൂബും കാറുമായി എത്തുന്നു. കേറ്റിക്ക് ആവശ്യം റൂബിയെയായിരുന്നു. അവരുടെ വാനിന് നേരെ ജെയിൻ വെടിവെക്കുന്നത് കേറ്റി കാണുന്നു. അപ്പോൾ കേറ്റിയും ജെയിനും തമ്മിൽ വഴക്കാവുന്നു. അവരുടെ കാറുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്നു. അപ്പോൾ ലിയാം റൂബിയോട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞ് വാനിന്റെ വാതിൽ തുറക്കുന്നു. എന്നിട്ട് റോഡിന്റെ സൈഡിലുള്ള കല്ലുകളും മുള്ളുകളും ഇലകളും എല്ലാം അവൻ വലിച്ചെടുത്ത് കേറ്റിയുടെയും ജെയിനിന്റെയും കാറിന് നേരെ വീശുന്നു. അതുകൊണ്ട് അവരുടെ ഡ്രൈവിംഗ് നിയന്ത്രണം വിടുന്നു. ജെയിനിന്റെ വണ്ടി കാട്ടിലേക്ക് ഇടിച്ചു കയറുന്നു. കേറ്റിയുടെ വണ്ടിയാണെങ്കിലോ അവരുടെ മുന്നിലേക്ക് ലിയാം ഒരു വലിയ മരം വലിച്ചിടുന്നു. അങ്ങനെ അവരെയും അവൻ ഒഴിവാക്കുന്നു. ഏതൊരു സാധനവും വലിച്ചെടുക്കാനുള്ള ശക്തിയായിരുന്നു ലിയാമിനുണ്ടായിരുന്നത്. ശേഷം അവർ കുറച്ചകലെ വണ്ടി നിർത്തി വിശ്രമിക്കുന്നു. അപ്പോൾ ലിയാം, റൂബിയെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അവളെ പിടിക്കാൻ വരുന്നവർ കാരണം നമ്മളും അപകടത്തിൽപ്പെട്ടേക്കാം. അവൾ ഒഴിവാക്കുന്നതാണ് നല്ലത്, ചാൾസ് പറയുന്നു. അത് റൂബി കേൾക്കാനിടയാകുന്നു. അപ്പോൾ ഞാൻ ആർക്കും ഒരു ശല്യം ആവുന്നില്ല, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകാനൊരുങ്ങുന്നു. പക്ഷെ അവൾ പോകുന്നത് ലിയാം തടയുന്നു. അവൻ അവന്റെ ശക്തി കൊണ്ട് അവളെ വലിച്ചെടുത്ത് പോകരുതെന്ന് പറയുന്നു. ചാൾസ്, ഇവൾ ഈ അടുത്ത് ജയിലിൽ നിന്ന് വന്നതാണ്. ഇവൾക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും അറിയില്ല. പിന്നെ റൂബി, നീ ഇവിടുന്ന് ഒറ്റയ്ക്ക് പോയാൽ നീ ജെയിനിന്റെ കയ്യിലാകപ്പെടും. അവൾ നിന്നെ പിടിച്ചുകൊണ്ടുപോകും, ലിയാം പറയുന്നു. ജെയിനോ? അവൾ എന്തിനാ എന്നെ പിടിക്കുന്നത്? റൂബി ചോദിക്കുന്നു. ശക്തിയുള്ള കുട്ടികളെല്ലാം അവൾ പിടിച്ചുകൊണ്ട് പോയി അവളുടെ ടീമാക്കി മാറ്റുകയാണ്.
അവരുടെ ടീമിന്റെ പേര് ലീഗ് എന്നാണ്. അവർക്ക് വേണ്ടി അവർ നമ്മളെ പണിയെടുപ്പിക്കും. നമ്മളിൽ ശക്തിയുള്ളതുകൊണ്ട് നമ്മളെ അവരുടെ ആയുധമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് ഫ്രീഡമാണ്. നിനക്കറിയോ, ജയിൽ ചാടിയ കുട്ടികളെല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് വേണ്ടതെല്ലാം ചെയ്യാം. ആരും നമ്മളെ നിയന്ത്രിക്കില്ല. അവിടെ ഒരു ഓറഞ്ചും ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവനാണ് ഏറ്റവും ശക്തിയുള്ള ആൾ. നീ ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് വാ എന്നെല്ലാം ലിയാം അവളോട് പറയുന്നു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം അവൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. ഒടുക്കം റൂബി അവരോടൊപ്പം കൂടുന്നു. അവിടെ നാട്ട് ചെയ്താൽ അവരുടെ യാത്ര വീണ്ടും തുടരുന്നു. അപ്പോൾ റൂബി കേറ്റി തന്നെ രക്ഷിച്ച കാര്യം അവരോട് പറയുന്നു. കേറ്റി നല്ലവളാണ്. അവൾ എന്നെ ജയിലിൽ നിന്നും രക്ഷിച്ചു. എന്നിട്ടും ഞാൻ അവളെ ഉപേക്ഷിച്ചു, റൂബി സങ്കടത്തോടെ പറയുന്നു. അപ്പോൾ ഇല്ല, നീ അവൾ ഉപേക്ഷിച്ചത് നന്നായി. അവൾ ജെയിനെ പോലെ വേറൊരു ലീഗാണ്. അവളും നിന്റെ ശക്തി ഉപയോഗിച്ച് നിന്നെ മുതലെടുക്കാൻ നോക്കിയായിരുന്നു, ലിയാം പറയുന്നു. ലിയാമിന് ലീഗിന് തീരെ വിശ്വാസമില്ലായിരുന്നു. കാരണം വേറൊരാൾക്കും കീഴിൽ അടിമയെ പോലെ പണിയെടുക്കാൻ അവനെ കിട്ടില്ല. അത് തന്നെ. ഇപ്പോൾ റൂബി രക്ഷപ്പെട്ടു വന്ന ജയിലിലെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അവളെ തുടക്കത്തിൽ ചികിത്സിച്ച ഡോക്ടറെ ജയിൽ സൂപ്രണ്ട് തല്ലുന്നതായി കാണിക്കുന്നു. നീ അവൾ ഓറഞ്ച് ആണെന്ന് മറച്ചു, നീ ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് അയാൾ ഡോക്ടറെ കൊല്ലുന്നു. ഈ സമയം നമ്മുടെ ലിയാമിന്റെ വാൻ ഒരു ഹോട്ടലിന് മുന്നിൽ എത്തുന്നു. ഈ രാത്രി അവിടെ തങ്ങാൻ അവർ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ അവിടെ ഒരു റൂം എടുക്കുന്നു. ശേഷം റൂബിയും സൂവും ഒരു ബെഡിൽ ഒരുമിച്ച് കിടന്നുറങ്ങുന്നതായി കാണാം. ആ സമയം ഉറക്കത്തിൽ സൂവിന്റെ കൈ റൂബിയുടെ കയ്യിൽ തട്ടുന്നു. അത് കാരണം സൂവിന്റെ പാസ്റ്റ് എന്താണെന്ന് റൂബി കാണുന്നു. കാരണം ആരുടെയെങ്കിലും കൈ റൂബിയുടെ മേൽ തട്ടിയാൽ അയാൾ മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് റൂബിക്ക് കാണാൻ കഴിയും. അങ്ങനെ റൂബി സൂവിന്റെ പാസ്റ്റ് കാണുന്നു. ഒരു ജയിൽ. അവിടെ തടവിലാക്കപ്പെട്ട കുട്ടികളെല്ലാം രക്ഷപ്പെടാനായി ജയിലിന്റെ വേലി തകർക്കുന്നു. കൂട്ടത്തിൽ സൂവും ഉണ്ട്. അവിടുത്തെ തിരക്കിൽ അവൾ നിലത്തു വീഴുന്നു. ഉടനെ പട്ടാളക്കാർ വന്ന് രക്ഷപ്പെടുന്ന കുട്ടികളിൽ കാണുന്നവരെല്ലാം വെടിവെച്ചു കൊല്ലുന്നു. അപ്പോൾ വീണെടുക്കുന്ന സൂനെയും ലിയാം കാണുന്നു. അവൻ അവളെ എടുത്ത് അവിടെ നിന്നും ഓടുന്നു. അങ്ങനെയാണ് അവർ ഒരുമിച്ചത്. ഇതെല്ലാം റൂബി കാണുന്നു. അങ്ങനെ സമയം രാവിലെയായി. അപ്പോൾ സൂ റൂബിക്ക് ധരിക്കാനായി ഒരു ഫാൻസി ഡ്രസ്സ് കൊടുക്കുന്നു. റൂബി അത് ധരിച്ച് ലിയാമിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവനൊരു ചിരിയോടെ അടിപൊളിയായിട്ടുണ്ടെന്നെല്ലാം പറയുന്നു. അപ്പോൾ തൊട്ടടുത്ത റൂമിൽ നിന്ന് ഒരു ഫാമിലി ഇറങ്ങി വരുന്നു. അവർ പട്ടാളത്തെ വിളിച്ച് അവരെ ജയിലിൽ അടയ്ക്കുമെന്ന് പേടിപ്പിക്കുന്നു. റൂബി ശക്തി പുറത്തെടുക്കുന്നു. അവൾ മനസ്സിൽ ഇവിടെ നിന്നും പോകണമെന്ന് അവരോട് പറയുന്നു. അപ്പോൾ അവർ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകുന്നു. അതുകൊണ്ട് ലിയാം അത്ഭുതപ്പെടുന്നു. അപ്പോൾ റൂബിക്ക് വലിയ എന്തോ ശക്തി ഉണ്ടെന്ന് അവർ മനസ്സിലാകുന്നു. അവിടെ നാട്ട് ചെയ്താൽ നമ്മുടെ റൂബിയും പിള്ളേരും വീണ്ടും വാനിൽ യാത്ര ചെയ്യുന്നു. പാതി വഴിയിൽ വെച്ച് അവരൊരു മോള് കാണുന്നു. അവർ അതിനകത്ത് കയറുന്നു. എന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുക്കുന്നു. പെട്ടെന്ന് അതിനകത്ത് ഗെറ്റ് ഔട്ട് എന്ന് ആരും എഴുതി വെച്ചിരിക്കുന്നത് അവർ കാണുന്നു. അപ്പോൾ ആ മോളിൽ അവരല്ലാതെ വേറെ ആരും ഉണ്ടെന്നും അവർക്ക് മനസ്സിലാകുന്നു. ഉടനെ റൂബിയെയും ലിയമനെയും കുറച്ച് ആളുകൾ വായുവിൽ പൊക്കുന്നു. അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതാരാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ റൂബിനെയും ലിയാമിനെയും പേടിപ്പിക്കുന്നു. അവർ മാസ്ക് എല്ലാം ധരിച്ച അമാനുഷിക ശക്തിയുള്ള കുട്ടികളായിരുന്നു. അപ്പോൾ സൂ അവിടേക്ക് വന്ന് കരണ്ടിൽ തൊട്ട് അവിടെ മൊത്തം ഷോക്ക് അടിപ്പിക്കുന്നു. അത് കാരണം മാസ്ക് ധരിച്ചവർക്ക് റൂബിയും പിള്ളേരും ശക്തിയുള്ള കുട്ടികളാണെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ അവർ പേടിക്കണ്ട, നിങ്ങൾ ഞങ്ങളെ പിടിക്കാവുന്ന പട്ടാളക്കാരാണെന്നാണ് ഞങ്ങൾ കരുതിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ പേടിപ്പിച്ചത് എന്ന് പറയുന്നു. ശേഷം അവർ പരസ്പരം പരിചയപ്പെട്ട് സുഹൃത്തുക്കളാകുന്നു. സമയം രാത്രിയായി. അവരെല്ലാവരും മോളിൽ ഒരുമിച്ചിരുന്ന് അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ലിയാം അവരോട് ചോദിക്കുന്നു. അത് ഞങ്ങൾ പറയില്ല. എന്തായാലും ഞങ്ങളൊരു ക്യാമ്പിലേക്കാണ് പോകുന്നത്. അവിടേക്കുള്ള സാധനങ്ങൾ എടുക്കാനായി ഞങ്ങൾ ഈ മോളിലേക്ക് വന്നതാണ്. ഒരു പരിചയവുമില്ലാത്തവരോട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലത്തെക്കുറിച്ചൊന്നും പറയാനാകില്ല, അവർ പറയുന്നു. അപ്പോൾ റൂബി അവരിൽ ഒരാളുടെ മനസ്സ് വായിക്കുന്നു. അത് കാരണം അവൻ ആ സ്ഥലം EDO ആണെന്ന് പറയുന്നു. അത് ഏതാണ് സ്ഥലം എന്ന് റൂബി അവരോട് ചോദിക്കുന്നു. അപ്പോൾ നിനക്ക് മനസ്സ് വായിക്കാൻ കഴിയുമല്ലേ? നിനക്ക് ആ സ്ഥലത്തെക്കുറിച്ച് കൂടുതലൊന്നും എന്നിൽ നിന്നും കിട്ടില്ല, കാരണം ഞാൻ അവിടെ പുതിയതാണ്, അവൻ പറയുന്നു. ശേഷം അവരെല്ലാവരും ഉറങ്ങാനെടുക്കുന്നു. ആ സമയം ചാൾസും റൂബിയും EDO എന്താണെന്ന് അന്വേഷിക്കുന്നു. അതൊരു പിൻകോഡാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. എന്നാൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 5ാം അക്ഷരമാണ്. അപ്പോൾ E5 D4 O15 എന്ന് ചാൾസ് പറയുന്നു. അങ്ങനെ അവർ ആ പിൻകോഡുള്ള സ്ഥലം ഏതാണെന്ന് മാപ്പിൽ കണ്ടെത്തുന്നതായി കാണാം. രാവിലെ തന്നെ നമ്മുടെ റൂബിയും പിള്ളേരും ആ പിൻകോഡുള്ള സ്ഥലത്തേക്ക് വാനിൽ പുറപ്പെടുന്നു. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, നോക്ക്, നമുക്ക് വഴി തെറ്റിയെന്ന് തോന്നുന്നു. ഇതല്ലല്ലോ ആ പിൻകോഡിലേക്കുള്ള വഴി എന്ന് റൂബി അവരോട് പറയുന്നു. അപ്പോൾ ഞങ്ങൾ നിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. നിനക്ക് നിന്റെ അമ്മയും അച്ഛനെയും കാണണമെന്നില്ലേ? നീ അവരോട് സംസാരിക്കേ. അതിനുശേഷം നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് EDOയിലേക്ക് പോകാം, അവർ അവളോട് പറയുന്നു. അത് കേട്ടപ്പോൾ റൂബി സന്തോഷിക്കുന്നു. അങ്ങനെ അവളുടെ വീടിനരികിലുള്ള ഒരു ബ്രിഡ്ജിനടിയിൽ അവർ വണ്ടി നിർത്തുന്നു. നിനക്ക് ഞങ്ങളുടെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഇവിടെ കാത്തിരിക്കാം, ലിയാം അവളോട് പറയുന്നു. ശേഷം റൂബി അവനോട് യാത്ര പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പോകുന്നു. അവൾ വീടിന് പുറത്തു നിന്ന് അകത്തേക്ക് നോക്കുന്നു. അപ്പോൾ അടുക്കളയിൽ അമ്മ നിൽക്കുന്നത് അവൾ കാണുന്നു. ഇനി അവൾ അമ്മയുടെ അടുത്തേക്ക് ചെന്നാൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക എന്ന് അവൾ ആലോചിക്കുന്നു. അവൾ അമ്മയുടെ അടുത്തേക്ക് ചെന്നാൽ അമ്മയ്ക്ക് അവൾ ഓർമ്മയുണ്ടാവില്ല. അവർ അവളെ വീട്ടിൽ നിന്നും പുറത്താക്കും. ഇതായിരിക്കും സംഭവിക്കുക. അവൾ സങ്കടപ്പെട്ട് അവിടെ നിന്നും പോകുന്നു. അവളുടെ പിന്നാലെ ലിയാം ചെല്ലുന്നു. അമ്മയ്ക്കും അച്ഛനും അവളെ ഓർമ്മയില്ലെന്ന് അവന് മനസ്സിലാകുന്നു. അപ്പോൾ സങ്കടപ്പെടണ്ട, നിനക്ക് ഞങ്ങളുണ്ട്, നമുക്ക് പോകാം എന്ന് അവൻ അവളോട് പറയുന്നു.
ആ വാക്കുകൾ അവൾക്ക് ആശ്വാസമാകുന്നു. അങ്ങനെ അവർ അവിടെ നിന്നും പോകാനായി വാനിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ ജെയിൻ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവൾ റൂബിയെയും ലിയമിനെയും ആക്രമിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാൾസും സൂവുമാണെങ്കിലോ അവരെ അവൾ നേരത്തെ തന്നെ പിടിച്ചു കെട്ടിയിരുന്നു. പെട്ടെന്നുള്ള ഒരു ആക്രമണമായതുകൊണ്ട് റൂബിക്കും ലിയമിനും ഒന്നും ചെയ്യാനായില്ല. ശേഷം ജെയിൻ ലിയമിന്റെയും കൈകൾ കൂട്ടിക്കെട്ടുന്നു. എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനാകുമെന്ന് നീ കരുതിയോ എന്ന് അവൾ പറയുന്നുണ്ട്. ശേഷം ജെയിൻ റൂബിയെ നോക്കി ഇവളെ ഏതാണ് എന്ന് ലിയാമിനോട് ചോദിക്കുന്നു. ലിയം ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ജെയിൻ റൂബിയുടെ കൈ കെട്ടാനായി ചെന്നപ്പോൾ റൂബി ജെയിനിന്റെ കൈ പിടിക്കുന്നു. അതുകൊണ്ട് റൂബി ജെയിനിന്റെ മനസ്സ് മാറ്റുന്നു. ഇവിടെ നിന്നും പോ, ഇനി ഒരിക്കലും ഞങ്ങളെ അന്വേഷിക്കരുതെന്ന് റൂബി അവളോട് പറയുന്നു. അപ്പോൾ ജെയിൻ അവിടെ നിന്നും പോകുന്നു. ജെയിൻ പോയതും റൂബി ബോധം കെട്ട് വീഴുന്നു. നേരത്തെ ജെയിനിന്റെ ആക്രമണം കാരണം റൂബിയുടെ തലയ്ക്ക് പരിക്കേറ്റിരുന്നു. അതുകൊണ്ടാണ് അവളുടെ ബോധം പോയത്. അവിടുന്ന് കട്ട് ചെയ്താൽ റൂബി വാനിൽ കിടക്കുന്നത് കാണിക്കുന്നു. അവൾ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നു. നേരത്തെ അവളുടെ ബോധം പോയിരുന്നില്ലേ, അത് കാരണം ഇപ്പോഴാണ് അവൾ കണ്ണുകൾ തുറക്കുന്നത്. അവർ ഇപ്പോൾ ഒരു കാട്ടിനുള്ളിലാണുള്ളത്. വാനിൽ നിന്ന് കുറച്ച് അകലെയായി ചാൾസും ലിയമും ഇരിക്കുന്നുണ്ട്. അവർ റൂബിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ലിയം, റൂബിയെ നമ്മൾ ഒഴിവാക്കണം, അവൾ ഓറഞ്ചാണ്, അതിനർത്ഥം അവൾ അപകടകാരിയാണ്, ചാൾസ് പറയുന്നു. അത് റൂബി വാനിലിരുന്ന് കേൾക്കുന്നു. അവൾ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്റെ കാര്യം ഓർത്ത് ആരും പേടിക്കണ്ട, ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം, റൂബി പറയുന്നു. അപ്പോൾ റൂബി, നീ പോവരുത്, നീ ഓറഞ്ച് ആണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി, അത്രേ ഉള്ളൂ. പട്ടാളക്കാർ നിന്നെ കുറിച്ച് അറിഞ്ഞാൽ അവർ നിന്നെ കൊല്ലും, അതാണ് എനിക്ക് നിന്റെ കാര്യത്തിൽ ഇത്ര വേവലാതി, ചാൾസ് പറയുന്നു. ശേഷം റൂബി, നീ ഞങ്ങളുടെ കൂടെ വാ, നമ്മളിപ്പോൾ ഈഡിയോയുടെ അടുത്തെത്തിയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, ലിയം പറയുന്നു. അങ്ങനെ അവർ വാൻ അവിടെ ഉപേക്ഷിച്ച് അവിടെ നിന്നും നടന്നു പോകുന്നു. കാടുമലയും താഴ്വാരവുമെല്ലാം അവർ നടന്നു നീങ്ങുന്നു. ഒടുക്കം മണിക്കൂറുകൾ പിന്നീട് നടത്തത്തിന് ശേഷം അവർ ഒരു റെയിൽ പാളത്തിനരികിലെത്തുന്നു. അതിലൂടെ നടക്കുമ്പോൾ അവിടെ കല്ലുകളും വടികളും എല്ലാം ഉപയോഗിച്ച് ഈഡിയോ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് അവർ കാണുന്നു. അതുകൊണ്ട് അവർ സന്തോഷിക്കുന്നു. അവർ പിൻകോഡ് അന്വേഷിച്ചു വന്ന സ്ഥലം ഇതുതന്നെയായിരുന്നു. അതിന്റെ ത്രില്ലിലാണ് അവർ ഇപ്പോൾ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവർ അവിടെ എത്തുമെന്ന് അവർക്ക് മനസ്സിലാകുന്നു. പെട്ടെന്ന് അവർക്ക് നേരെ ഒരു വെടിവെപ്പ് ആക്രമണമാണ് ഉണ്ടാകുന്നത്. ആ വെടിവെച്ചത് ഈഡിയോയ്ക്ക് കാവൽ നിൽക്കുന്ന കുറച്ച് ആളുകളായിരുന്നു. ശത്രുക്കളാണെന്ന് കരുതിയാണ് അവർ വെടിവെക്കുന്നത്. അപ്പോൾ അവരിൽ ഒരാൾ ലിയമിനെ കാണുന്നു. നീ ലിയം അല്ലേ എന്ന് അവൻ ചോദിക്കുന്നു. അവനും ലിയമും ജയിലിൽ വർഷങ്ങളോളം ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഇവൻ എന്റെ ഫ്രണ്ടാണ്, ഇവർ ശത്രുക്കളല്ല എന്ന് അവൻ കാവൽ നിൽക്കുന്നവരോട് പറയുന്നു. എന്നിട്ട് അവരെ നേരെ അകത്തേക്ക് കയറ്റുന്നു. അങ്ങനെ അവർ ഈഡിയോയുടെ അകത്തേക്ക് ചെല്ലുന്നു. അവിടെ അമാനുഷിക ശക്തിയുള്ള കുറേ കുട്ടികളുണ്ടായിരുന്നു. അവരെല്ലാവരും ഒരു ഗ്രാമം പോലെ അവിടെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ലഭിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം റൂബിയും കൂട്ടുകാരും കാണുന്നു. അങ്ങനെ ലിയമിന്റെ സുഹൃത്ത് അവരെ ഈ ക്യാമ്പിന്റെ നേതാവിനെ പരിചയപ്പെടുത്തുന്നു. അവന്റെ പേര് ക്ലാൻസ് എന്നായിരുന്നു. അവൻ ഈ രാജ്യത്തിലെ പ്രസിഡന്റ് അല്ല, അയാളുടെ മകനാണ്. അവനും റൂബിയെ പോലെ ഒരു ഓറഞ്ചാണ്. അങ്ങനെ അവർ റൂബിയെയും ലിയമിനെയും എല്ലാം പരിചയപ്പെടുന്നു. സമയം രാത്രിയാകുന്നു. അവിടെയുള്ളവരെല്ലാവരും ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നു. അത് റൂബിയും ലിയമും കാണുന്നു. അപ്പോൾ അവരും ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നു. അവർ തമ്മിൽ ഇഷ്ടമാണെന്ന് അവരുടെ ഡാൻസ് കണ്ടാൽ തന്നെ മനസ്സിലാകും. അതെന്തേലും ആട്ടെ. അങ്ങനെ അടുത്ത ദിവസമാവുന്നു. റൂബി ക്ലാൻസിന്റെ റൂമിലേക്ക് ചെല്ലുന്നു. തന്നെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് അവൾ അവനോട് ചോദിക്കുന്നു. അപ്പോൾ റൂബി, നീ ഓറഞ്ച് കളറാണല്ലേ, എന്നെ പോലെ നിനക്കും ശക്തി ഉണ്ടാകും, അത് എത്രയുണ്ടാകുമെന്ന് ഞാനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അവളുടെ കണ്ണുകൾ സ്കാൻ ചെയ്യുന്നു. ശേഷം അവൻ താൻ അനുഭവിച്ച കാര്യങ്ങളെല്ലാം അവളോട് പറയുന്നു. അപ്പോൾ അവനെ ഡോക്ടർമാരെ ചികിത്സിക്കുന്നതെല്ലാം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ശേഷം റൂബി, ശത്രുക്കളോട് ക്ഷമിക്കരുതെന്നതാണ് ഞാൻ പഠിച്ച ആദ്യ പാഠം, നീയും അങ്ങനെ ആവണം. ഈ രാജ്യത്തെ ഏറ്റവും ശക്തിയുള്ളവർ നമ്മളാണ്, കാരണം നമ്മൾ ഓറഞ്ചാണ്. നമ്മൾ ആരുടെ മുന്നിലും മുട്ടുമടക്കരുത് എന്നിങ്ങനെയുള്ള ഉപദേശങ്ങളെല്ലാം ക്ലാൻസ് അവൾക്ക് കൊടുക്കുന്നു. ശേഷം അവൻ അവിടുത്തെ ക്യാമ്പിലുള്ള അവസ്ഥകളെല്ലാം അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവളുടെ ശക്തി എത്രയുണ്ടെന്ന് കാണിച്ചതാണെന്ന് പറഞ്ഞ് അവൻ അവളെ ക്യാമ്പിനുള്ളിലെ ഒരു മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടെ ചാൾസും വേറൊരു പയ്യനും അവിടെ കൃഷി ചെയ്യുന്ന മുളകിന്റെ വിഷയത്തിൽ തർക്കിക്കുന്നതായി അവൾ കാണുന്നു. ചുവന്ന മുളകിനാണ് ഏറ്റവും കൂടുതൽ വിറ്റമിൻ ഉള്ളത്, ചാൾസ് പറയുന്നു. അല്ല, പച്ചമുളകിനാണ് ഏറ്റവും കൂടുതൽ വിറ്റമിൻസ് ഉള്ളത്, അതാണ് എല്ലാവരും കഴിക്കാറ്, ആ പയ്യൻ വാദിക്കുന്നു. പക്ഷേ ചാൾസ് അത് സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. അതെല്ലാം റൂബിയും ക്ലാൻസും കണ്ടുകൊണ്ടിരിക്കുന്നു. ഉടനെ റൂബി തന്റെ ശക്തി എടുത്തുകൊണ്ട് ആ പയ്യന്റെ മനസ്സ് മാറ്റുന്നു. അപ്പോൾ അവൻ, ചാൾസ്, നീ പറഞ്ഞതാണ് ശരി, ചുവപ്പ് മുളകിനാണ് വിറ്റമിൻ കൂടുതലുള്ളതെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. പെട്ടെന്നുള്ള അവന്റെ മനംമാറ്റത്തിൽ ചാൾസിന് ആശ്ചര്യം തോന്നുന്നു. അപ്പോഴാണ് അവൻ റൂബിയെ അവിടെ കാണുന്നത്. അപ്പോൾ അത് റൂബി ചെയ്തതാണെന്ന് അവന് മനസ്സിലാകുന്നു. അവിടെ നാട്ട് ചെയ്താൽ റൂബിയും ക്ലാൻസും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ അമ്മയ്ക്കും അച്ഛനും നിന്നെ ഓർമ്മയില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയോ, ക്ലാൻസ് ചോദിക്കുന്നു. എനിക്കത് അറിയണമെന്നില്ല എന്നായിരുന്നു അവളുടെ മറുപടി. അപ്പോൾ എന്നാലും നമുക്കത് എന്താണെന്ന് നോക്കാം എന്ന് ക്ലാൻസ് പറയുന്നു. ആ സമയം ലിയം അവിടേക്ക് കയറി വന്നു. പക്ഷെ റൂബിയും ക്ലാൻസും ഒരുമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ അവർ ഇരിക്കുന്ന റൂമിലേക്ക് കയറിയില്ല. അവരറിയാതെ അവരെന്താണ് ചെയ്യുന്നതെന്ന് അവൻ നിരീക്ഷിക്കുന്നു. അപ്പോൾ ക്ലാൻസ് റൂബിയുടെ കൈപിടിച്ച് അവളുടെ പാസ്റ്റ് കാണുന്നു. അവൾ അമ്മയുടെയും അച്ഛനെയും കൂടി ജീവിക്കുന്നതായാണ് അവൻ കണ്ടത്. പെട്ടെന്ന് അവൾ അവരുടെ അടുത്തു നിന്നും മാഞ്ഞു പോകുന്നു. അത് അവൾ തന്നെ അവളുടെ ഓർമ്മയിൽ നിന്ന് മായ്ച്ചതാണെന്ന് ക്ലാൻസിന് മനസ്സിലാകുന്നു. റൂബി, നീ തന്നെയാണല്ലേ നിന്റെ ഓർമ്മ അവരിൽ നിന്ന് മായ്ച്ചു കളഞ്ഞത്, അതെന്തിനായിരുന്നു, അവൻ ചോദിക്കുന്നു. ക്ലാൻസ്, ഞാനതിന്റെ ശക്തി കൊണ്ട് തന്നെയാണ് മായ്ച്ചത്,
കാരണം എന്നെ പട്ടാളം പിടിച്ചുകൊണ്ട് പോയാൽ മാതാപിതാക്കൾ വിഷമിക്കും. അത് കാലാകാലം അവർ ഓർത്ത് സങ്കടപ്പെടും. അതുകൊണ്ട് എന്നെ അവർക്ക് ഓർമ്മയില്ലെങ്കിൽ എന്നെ ആര് പിടിച്ചുകൊണ്ട് പോയാലും അവർ സങ്കടപ്പെടില്ല. അതുകൊണ്ടാണ് ഞാൻ എന്നെ അവരുടെ ഓർമ്മയിൽ നിന്നും മായ്ച്ചു കളഞ്ഞത്, റൂബി പറയുന്നു. അതെല്ലാം ലിയം കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ റൂബി അവൾ താമസിക്കുന്ന ടെന്റിലേക്ക് ചെല്ലുന്നു. ലിയം അവിടെ ഉണ്ടായിരുന്നു. അവൻ അവളോട് എന്തൊക്കെയോ പറഞ്ഞ് ചൂടാകുന്നു. അവൻ അവളെ ക്ലാൻസിനോട് സംസാരിച്ചതിൽ അസൂയുണ്ട്. കാരണം അവന് റൂബിയെ വലിയ ഇഷ്ടമാണ്. ക്ലാൻസ് അവളെ തന്നെ നിന്നും തട്ടിയെടുക്കുമോ എന്ന പേടി അവനുണ്ട്. അങ്ങനെ ലിയം അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അവന്റെ പിന്നാലെ റൂബിയും ചെല്ലുന്നു. പക്ഷെ ലിയം എങ്ങോട്ടാണ് പോയതെന്ന് അവൾക്ക് കണ്ടിരുന്നില്ല. അങ്ങനെ അവൾ അവനെ തിരിഞ്ഞ് അടുത്തുള്ള ഒരു പുഴക്കരയിലേക്ക് ചെല്ലുന്നു. അവിടെ ചാൾസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ അവന്റെ കൂടെയിരുന്ന് അവന്റെ ഫാമിലിയെ കുറിച്ചും അവന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നെല്ലാം ചോദിച്ചറിയുന്നു. അപ്പോൾ ചാൾസ്, എനിക്ക് എന്റെ ഫാമിലി ഒന്ന് കാണണമെന്നുണ്ട്, അവരോട് സംസാരിക്കുകയും ചെയ്യണം. എനിക്കൊരു വീഡിയോ കോൾ ചെയ്യാനായി നീ നെറ്റുള്ള ഒരു കമ്പ്യൂട്ടർ ഒപ്പിച്ചു തരുമോ എന്ന് അവൻ അവളോട് ചോദിക്കുന്നു. ഞാനത് കിട്ടുമോ എന്ന് നോക്കാം എന്ന് റൂബി പറയുന്നു. ഉടനെ അവൾ ചാൾസിന് വീഡിയോ കോൾ ചെയ്യാനായി ഒരു കമ്പ്യൂട്ടർ തരുമോ എന്ന് ചോദിക്കാൻ ക്ലാൻസിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ക്ലാൻസ് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ എന്തോ വർക്ക് ചെയ്യുകയായിരുന്നു. കമ്പ്യൂട്ടറെല്ലാം ഞാൻ നിനക്ക് തരാം, അതിനു മുമ്പ് എനിക്ക് നിന്റെ പാസ്റ്റ് ഒന്നുകൂടി കാണണം, അതിന് നീ സമ്മതിക്കുമോ എന്ന് ക്ലാൻസ് അവളോട് ചോദിക്കുന്നു. റൂബി അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ക്ലാൻസ് അവളുടെ പാസ്റ്റ് വീണ്ടും കാണുന്നു. അവളുടെ 10ാം ജന്മദിന രാത്രിയിൽ അവൾ അമ്മയുടെയും അച്ഛന്റെയും അടുത്ത് ചെന്ന് കിടക്കുന്നു. അതാണ് ക്ലാൻസ് കാണുന്നത്. പെട്ടെന്ന് അവന്റെ ഓർമ്മയിൽ ഇപ്പോഴുള്ള റൂബി വരുന്നു. അവൾ ഒരു കട്ടിലിൽ കിടക്കുന്നു. അവൻ ശക്തി ഉപയോഗിച്ച് അവളെ മയക്കിയോടെ കിടത്തിയതാണ്. അവന്റെ ഉദ്ദേശം വേറെ പലതുമായിരുന്നു. അവൻ തന്നെ കിസ് ചെയ്യാൻ നോക്കുകയാണെന്ന് മനസ്സിലാക്കിയതും റൂബി അവന്റെ മുഖത്തടിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ അവൾ കരഞ്ഞുകൊണ്ട് പോകുന്നത് ലിയാം കാണുന്നു. അവൻ അവളോട് കാര്യം അന്വേഷിക്കുന്നു. എന്തു പറ്റി? പക്ഷെ അവൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവനെ തള്ളി മാറ്റുന്നു. അപ്പോൾ അവൾ എന്തിനാണ് കരയുന്നതെന്ന് ലിയാമിന് മനസ്സിലാകുന്നു. ക്ലാൻസ് അവളോട് മോശമായി എന്തോ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അവൻ ക്ലാൻസിനെ തല്ലാനായി ചെല്ലുന്നു. അപ്പോൾ റൂബി അവനെ തടയുന്നു. ലിയം, നമുക്ക് ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകാം, റൂബി അവനോട് പറയുന്നു. അങ്ങനെ അവർ അന്ന് രാത്രി ചാൾസിനെയും സൂനെയും കൂട്ടി അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നു. ആ സമയം ആ ക്യാമ്പിന്റെ ഗേറ്റിന്റെ അടുത്ത് രാജ്യത്തെ പട്ടാളക്കാരുണ്ടായിരുന്നു. അവർ ശക്തിയുള്ള കുട്ടികളെ ജയിലിലടയ്ക്കാനായി പിടിച്ചുകൊണ്ട് പോകാമെന്നതാണ്. ലിയം തന്റെ ശക്തി ഉപയോഗിച്ച് അവരെ എതിർക്കുന്നു. എന്താണെന്നറിയില്ല, പെട്ടെന്ന് അവൻ നിശ്ചലമാകുന്നു. അതുകൊണ്ട് റൂബി അത്ഭുതപ്പെടുന്നു. ലിയം എങ്ങനെ നിശ്ചലമായി അവൾ ചിന്തിക്കുന്നു. പക്ഷെ അത് ക്ലാൻസിന്റെ പണിയായിരുന്നു. അവൻ പട്ടാളക്കാരുടെ കൂടെയാണ്. ഇത്രയും കാലം അവൻ ശക്തിയുള്ള കുട്ടികളെല്ലാം അവിടെ താമസിപ്പിച്ച് ചതിക്കുകയായിരുന്നു. അവൻ അവരെ എല്ലാവരെയും തന്റെ സൈന്യത്തിൽ ചേർക്കാനാണ് അവിടെ താമസിപ്പിച്ചത്. ഈ കാര്യങ്ങളെല്ലാം അവൻ റൂബിയോട് പറയുന്നു. അതോടൊപ്പം റൂബി, നീയും എന്റെ കൂടെ നിൽക്കുക, നിനക്ക് നല്ല ശക്തിയുണ്ട്, നീ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. എന്റെ അച്ഛൻ ഈ രാജ്യത്തിന്റെ പ്രസിഡന്റാണ്, അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് ഒരുമിച്ച് എല്ലാവരെയും അടിമകളാക്കി നമ്മുടെ കീഴിലാക്കി മാറ്റാം, ക്ലാൻസ് പറയുന്നു. അത് കേട്ടപ്പോൾ റൂബിക്ക് ദേഷ്യം വരുന്നു. അവൾ അവളുടെ ശക്തി പുറത്തെടുക്കുന്നു. എന്നിട്ട് അവിടെ എല്ലാം നശിപ്പിച്ച് അവിടുന്ന് അവർ രക്ഷപ്പെടാൻ ഒരുങ്ങുന്നു. അപ്പോഴേക്കും ആ ക്യാമ്പിന് ചുറ്റും കുറെ പട്ടാളക്കാർ ഹെലികോപ്റ്ററുകളിൽ വന്നിറങ്ങുന്നു. തങ്ങളെ പിടിക്കാമെന്ന പട്ടാളക്കാരനാണെന്ന് പേടിച്ച് ക്യാമ്പിലുള്ളവരെല്ലാം അവിടെ നിന്നും ഓടുന്നു. ഉടനെ ഹെലികോപ്റ്ററിൽ നിന്ന് കുറച്ചു പേർ ഇറങ്ങുന്നു. അവരും ശക്തിയുള്ള ആളുകളായിരുന്നു. പക്ഷെ അവരുടെ കളർ ചുവപ്പായിരുന്നു. അവരും ഓറഞ്ചിനെ പോലെ അപകടകാരികളാണ്. അവർ അവരുടെ ശക്തി പുറത്തെടുക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ അവൾക്ക് തീ തുപ്പാൻ കഴിയുമായിരുന്നു. അങ്ങനെ അവർ അവിടെ മൊത്തം തീ തുപ്പി നശിപ്പിച്ചു കളയുന്നു. അതിലെ തീ റൂബിയുടെയും കൂട്ടുകാരുടെയും നേരെ വരുന്നു. അപ്പോൾ ലിയം അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ടെയ്നർ വലിച്ചെടുത്ത് തീയുടെ നേരെ കൊണ്ടുവന്ന് അവരെ രക്ഷിക്കുന്നു. ശേഷം റൂബി, നിങ്ങൾ ഇവിടെ നിന്നും പോ, ഞാനിത് അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് വരാമെന്നും പറഞ്ഞ് കൂട്ടുകാരെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. ശേഷം അവളും ക്ലാൻസും തമ്മിൽ ഫൈറ്റ് നടക്കുന്നു. ക്ലാൻസ് റൂബിയെ മുട്ടുകുത്തിപ്പിക്കുന്നു. റൂബി, നീ എന്റെ കൂടെ ഓടിക്കോ, ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും കൊല്ലും എന്നെല്ലാം ക്ലാൻസ് പറയുന്നു. പക്ഷെ ആ സമയം നമ്മുടെ റൂബിയുടെ ശ്രദ്ധ മുകളിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഹെലികോപ്റ്ററിലേക്കായിരുന്നു. അവൾ അതിന്റെ പൈലറ്റിന്റെ മനസ്സ് മാറ്റുന്നു. അങ്ങനെ പൈലറ്റ് ക്ലാൻസിനെ ഇടിക്കാനായി താഴോട്ടേക്ക് ഉതിർന്നു വരുന്നു. ആ സമയം റൂബി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. അങ്ങനെ ഹെലികോപ്റ്റർ ക്ലാൻസിന്റെ അരികിൽ തകർന്നു വീഴുന്നു. അപ്പോൾ അവിടെ മൊത്തം തീ ആളിക്കത്തുന്നു. ഉടനെ ചാൾസ് റൂബിയുടെ അടുത്തേക്ക് വരുന്നു. അവൻ അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമുക്ക് ഇവിടെ നിന്നും പോകാമെന്ന് അവൻ റൂബിയോട് പറയുന്നു. അങ്ങനെ അവർ അവിടെ നിന്നും ഓടുമ്പോൾ ചാൾസിന് തീയുടെ പൊള്ളലേൽക്കുന്നു. അപ്പോൾ റൂബി ചാൾസിനെയും താങ്ങിപ്പിടിച്ച് പുഴക്കരയിലേക്ക് ചെല്ലുന്നു. അവിടെ ഒരു മരച്ചുവട്ടിൽ അവനെ ഇരുത്തുന്നു. അവന് നന്നായി പൊള്ളലേറ്റിട്ടുണ്ട്. അതുകൊണ്ട് അവനെ ചികിത്സിക്കാനായി ഒരു ഡോക്ടറുടെ ആവശ്യമുണ്ട്. അപ്പോൾ അവൾ തന്നെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കേറ്റിയെ ഓർക്കുന്നു. കേറ്റി റൂബിക്ക് ഒരു ലോക്കറ്റ് കൊടുത്തിരുന്നല്ലോ, അത് റൂബി പുറത്തെടുക്കുന്നു. അവൾ ആ ലോക്കറ്റ് പ്രസ് ചെയ്യുന്നു. അപ്പോൾ റൂബി എവിടെയുണ്ടെന്ന വിവരം കേറ്റിക്ക് ലഭിക്കും. അത് കാരണം അവൾ റൂബിയെ കൊണ്ടുപോകാനായി അവിടേക്ക് വരുമെന്ന് റൂബിക്കറിയാം. അങ്ങനെ ചാൾസിനെ ചികിത്സിക്കാനാകുമെന്ന് മനസ്സിലാക്കിയാണ് റൂബി ആ ലോക്കറ്റ് പ്രസ് ചെയ്തത്. അപ്പോൾ ലിയം അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. റൂബി, ചാൾസിനെ പിടിക്ക്, നമുക്ക് ഇവിടെ നിന്നും പോകാം, അവൻ പറയുന്നു. അപ്പോൾ ഞാൻ വരുന്നില്ല, നീ പൊക്കോ, ഞാൻ ലീഗിനെ വിളിച്ചിട്ടുണ്ട്, എനിക്ക് ചാൾസിനെ രക്ഷിക്കണം, അവർക്കല്ലാതെ അവനെ ചികിത്സിക്കാൻ കഴിയില്ല, റൂബി പറയുന്നു. അവൾ ലീഗിനെ വിളിച്ചിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ലിയാമിന് ചെറുതായി ദേഷ്യം വന്നു.
പക്ഷെ ഇല്ല, ഞാനും പോകുന്നില്ല, ഞാനും നിന്റെ കൂടെ ഉണ്ടാകും, ലീഗ് പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അവരോടൊപ്പം നിൽക്കുന്നു. രാവിലെ ആയപ്പോഴേക്കും കേറ്റിയും അവളുടെ കാമുകനും റോബും അവിടേക്ക് വരുന്നു. അങ്ങനെ അവർ റൂബിയെ തങ്ങളുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവൾ എഴുന്നേറ്റപ്പോൾ കേറ്റി അവളുടെ മുന്നിലിരിക്കുന്നത് കാണുന്നു. അത് കേറ്റിയുടെ വീടാണ്. റൂബി ചാൾസിന്റെ കാര്യം അന്വേഷിക്കുന്നു. അവന് കുഴപ്പമൊന്നുമില്ല എന്ന് കേറ്റി പറയുന്നു. ശേഷം ലിയം എവിടെ? അവന് ലീഗ് തീരെ താല്പര്യമില്ല, അവനെ നിങ്ങൾ ഒന്നും ചെയ്യരുതെന്ന് റൂബി പറയുന്നു. അപ്പോൾ റൂബി, ഞങ്ങൾ അവനൊന്നും ചെയ്യില്ല. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് നീ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഞങ്ങൾക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. നിനക്ക് നല്ല ശക്തിയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ അടിച്ചമർത്തലുകൾക്കെതിരെ പോരാടുകയാണ്. അവർ ഈ രാജ്യത്തെ നശിപ്പിച്ച് എല്ലാവരെയും അവരുടെ കീഴിലാക്കാൻ നോക്കുകയാണ്. നീ ഈ രാജ്യത്തെ രക്ഷിക്കണം. നിന്നെപ്പോലെ ശക്തിയുള്ള കുട്ടികളും ഞങ്ങളുടെ ലീഗിലുണ്ട്. ഇനി നീയും കൂടി ഞങ്ങളുടെ കൂടെ കൂടണം, കേറ്റി പറയുന്നു. നല്ലൊരു രാജ്യമുണ്ടാക്കിയെടുക്കാൻ റൂബി അതിന് സമ്മതിക്കുന്നു. ലിയാമിന് ഇവിടെ ഇഷ്ടമില്ലെങ്കിൽ അവന് പോവാൻ അനുവദിക്കണമെന്നും റൂബി അവരോട് പറയുന്നു. കേറ്റി അത് സമ്മതിക്കുന്നു. അങ്ങനെ റൂബി ലിയമിന്റെ അടുത്തേക്ക് ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. റൂബി, നമുക്ക് ഇവിടെ നിന്ന് പോകാം, അവൻ അവളോട് പറയുന്നു. അപ്പോൾ എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ അവനെ കിസ് ചെയ്യുന്നു. ആ സമയം അവർ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളെല്ലാം റൂബി ഓർക്കുന്നു. അപ്പോൾ അവളുടെ ഓർമ്മകൾ മാഞ്ഞു പോകുന്നതായി കാണാം. അതെല്ലാം റൂബിയാണ് മായ്ക്കുന്നത്. ഇനി ലിയമിന്റെ ഓർമ്മയിൽ താൻ ഉണ്ടാകരുതെന്ന് അവൾ കരുതുന്നു. കാരണം റൂബി ലീഗിൽ കൂടിയാൽ ലിയമും അവൾക്ക് വേണ്ടി അതിൽ ചേരും. പക്ഷെ അവന് വേറൊരാളുടെ കീഴിൽ നിൽക്കാൻ തീരെ താല്പര്യമില്ല. അത് മനസ്സിലാക്കിയാണ് അവനെ അവിടെ നിന്നും പറഞ്ഞയക്കാനായി റൂബി അവന്റെ ഓർമ്മകൾ മായ്ക്കുന്നത്. അതോടെ റൂബിയും ലിയമും അപരിചിതരായി മാറുന്നു. ലിയം കണ്ണുകൾ തുറന്നപ്പോൾ അവന്റെ അരികിൽ റൂബി ഇല്ലാതായിരിക്കുന്നു. അവൾ റൂമിന്റെ വാതിലിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. കൂടെ കേറ്റിയും ഉണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ നിങ്ങൾ ആരാണെന്ന് ലിയം അവരോട് ചോദിക്കുന്നു. റൂബിയെ കുറിച്ചുള്ള ഓർമ്മയെല്ലാം ഇപ്പോൾ അവനിൽ നിന്നും മാഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് അവന് റൂബി ആരെന്നും അറിയില്ല. ഞങ്ങൾ ലീഗാണ്. നിനക്ക് ഞങ്ങളുടെ കൂടെ കൂടാൻ താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാം, ഇല്ലെങ്കിൽ നിനക്ക് പോകാം, റൂബി അവനോട് പറയുന്നു. എനിക്ക് ലീഗിന്റെ ആവശ്യമില്ല, ഞാൻ പോകുന്നു, ലിയം പറയുന്നു. അപ്പോൾ അവർ അവനെ പോകാൻ അനുവദിക്കുന്നു. അവൻ ആരുടെയും പക്ഷം കൂടാതെ ഒറ്റയ്ക്ക് ജീവിക്കാനായി അവിടെ നിന്നും ഓടിപ്പോകുന്നു. അവൻ പോകുന്നത് കണ്ട് റൂബി പൊട്ടിക്കരയുന്നത് നമുക്ക് കാണാം. കാരണം അവൾ അവനെ സ്നേഹിച്ചിരുന്നു. ഇനി അവനെ കാണാൻ കഴിയില്ല എന്നോർത്താണ് റൂബി കരയുന്നത്. ഈ സമയം ക്ലാൻസ് ആണെങ്കിലോ അവനൊരു വിമാനത്തിൽ നിൽക്കുന്നതായി കാണാം. ഇന്നലത്തെ ഹെലികോപ്റ്റർ അപകടത്തിൽ നിന്ന് അവൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിരുന്നു. എന്നാലും അവന്റെ മുഖത്ത് പരിക്കുകളുടെ അടയാളമെല്ലാം കാണാം. അവന് മുന്നിൽ ഒരു പട്ടാള സൈന്യം അണിനിരക്കുന്നു. ഇനി ഇവർ തങ്ങളെ എതിർക്കുന്നവരെല്ലാം നശിപ്പിക്കാൻ പോവുകയാണ്. താനൊരു ഓറഞ്ച് ആണല്ലോ, അതുകൊണ്ട് തന്നെ എതിർക്കാൻ ആരുമില്ലെന്ന് മനസ്സിലാക്കി അവൾ ശത്രുക്കളെ ഒതുക്കാൻ ഒരുങ്ങുന്നു. പക്ഷെ എതിർഭാഗത്ത് റൂബിയുടെ സൈന്യം ഒരുങ്ങുന്നുണ്ടായിരുന്നു. ആ സമയം റൂബി ആണെങ്കിലോ അവൾ ഒരു സ്റ്റേഡിയത്തിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ ഒരുപാട് കുട്ടികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും കേറ്റി ഉണ്ടാക്കിയെടുത്ത ടീമാണ്. റൂബി ഗ്രൗണ്ടിന്റെ നടുവിലുള്ള ഒരു സ്റ്റേജിലേക്ക് കയറി നിൽക്കുന്നു. എന്നിട്ട് കയ്യിൽ ഓറഞ്ച് ചായം പൂശി നെറ്റിയിൽ പരത്തുന്നു. ശേഷം അവൾ കാണികളെ അഭിസംബോധന ചെയ്ത് കൈവക്കുന്നു. അങ്ങനെ താൻ ഒരു ഓറഞ്ച് ആണെന്ന് അവൾ എല്ലാവരെയും അറിയിക്കുന്നു. അപ്പോൾ ഗാലറിയിലുള്ള എല്ലാവരും കൈവക്കുന്നു. അവരിൽ പച്ചയും നീലും മഞ്ഞയും കളറുകളുള്ള കുട്ടികളും ഉണ്ടായിരുന്നു. പക്ഷെ ഓറഞ്ചായി റൂബി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവളാണ് ഇനി ആ ലീഗിനെ നയിക്കുക. ഇപ്പോൾ ലീഗിന്റെ കയ്യിൽ ഒരു ഓറഞ്ചായി. അതേസമയം ക്ലാൻസിന്റെ ടീമിലും ഒരു ഓറഞ്ച് ഉണ്ട്. ഇനിയുള്ള പോരാട്ടം ഈ ഇരു ടീമുകൾ തമ്മിലായിരിക്കുമെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ കഥ ഇവിടെ അവസാനിക്കുന്നത്. ഇതാണ് ആദ്യത്തെ അധ്യായം. ബാക്കി കഥ രണ്ടാം പാട്ടിലായിരിക്കുമെന്ന് കാണിച്ചുകൊണ്ട് ഈ പാട്ട് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ എന്തായാലും മറക്കാതെ രേഖപ്പെടുത്തുക. പുതിയൊരു സിനിമയുമായി വീണ്ടും വരുന്നതുവരെ ബൈ.